ഇനി അടുത്തത് ഒരു എന്നെ ഇങ്ങനെ കണ്ണുരുട്ടുന്നു. കാരണം ഞാൻ കുറച്ച് ഇവിടെ ഇടയ്ക്കൊന്ന് കട്ടുപോയായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞത് ഞാൻ കേട്ടു. അതുകൊണ്ടാ. അതെ, ഒരു ഡേറ്റിംഗ് റൗണ്ട്. ഡേറ്റിംഗ് റൗണ്ട്. മീനാക്ഷിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ മീനാക്ഷിയുടെ സങ്കല്പങ്ങൾ ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മീനാക്ഷിയുടെ സങ്കല്പത്തിലെ ചെക്കൻ എങ്ങനെയായിരിക്കണം? സങ്കല്പിക്കാൻ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം. ഞാൻ എന്ത് പറയാനാ ഇതൊക്കെ? മെലിഞ്ഞിട്ടിരിക്കണോ അതോ ജിമ്മനായിരിക്കണം? അങ്ങനെ ഒന്നുമില്ല. ഫിസിക്കൽ പരിപാടിയൊന്നും ഞാൻ നോക്കുന്നില്ല. ഫിസിക്കലി എങ്ങനെ ഇരുന്നാലും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്യാരക്ടർ. അയ്യേ, ആ സമയമൊക്കെ ഒരു സൗന്ദര്യം നോക്കി ആ ചേട്ടനെ അങ്ങനെയൊന്നുമില്ല. ഒരു കയ്യിരിപ്പ് നന്നായാൽ മതി. എല്ലാ സ്വഭാവം നന്നായ പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ പറയുന്ന കൺവെൻഷണൽ ബ്യൂട്ടി ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് തന്നെ വെക്കാം. കയ്യിരിപ്പ് മോശമാണ്, തീർന്നില്ലേ മോളെ? എല്ലാം പോയി. അതെ, അത്രേ ഉള്ളൂ. എനിക്ക് സ്വഭാവം നന്നായാൽ മതി. ഇൻട്രോവേർട്ട് ആയിരിക്കണോ എക്സ്ട്രോവേർട്ട് ആയിരിക്കും? എന്തായാലും കുഴപ്പമില്ല. മീനാക്ഷി നല്ല എന്താ പറയാ എക്സ്ട്രോവേർട്ട് ആയിരിക്കുന്നത് കൊണ്ട് ബാലൻസ് ചെയ്യാൻ കുറച്ചൊന്ന് ഇൻട്രോവേർട്ട് ആയിട്ട് അങ്ങനെ ഇരുന്നോട്ടെ. ഇതൊക്കെ നോട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര കാമൻ കമ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. അധികം സംസാരിക്കില്ല, നമ്മൾ പറയണ കേട്ടുകൊണ്ട്. അതാകുമ്പോ തിരിച്ചൊന്നും പറയില്ലല്ലോ. നല്ലതാ. നമുക്കൊരു അന്യഭാഷയിൽ ആരെങ്കിലും എന്നാലും മതി. എനിക്ക് അറിയാൻ വയ്യാത്ത ഭാഷയാണെങ്കിൽ മികച്ചത്. അല്ല, അതിനെക്കാട്ടും നല്ലത് അവരെ മലയാളം പഠിപ്പിക്കാതിരിക്കുന്നത്. അതാവുമ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവുകയും ചെയ്യരുത്, നമുക്ക് അങ്ങോട്ടൊന്നും പറയാനും പറ്റരുത്. അതാ ഉണ്ടാണ്ടിരുന്നോളൂ. ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ, അതൊക്കെ അവരവരുടെ ഇഷ്ടല്ലേ. വളർത്താതിരിക്കുക എന്താണ് കാണിച്ചോട്ടെ. തനി നാടൻ ഒരാൾ വേണോ അതോ ഭയങ്കര വെസ്റ്റേൺ സ്റ്റൈലിഷ്? സ്വന്തമായിട്ട് സ്റ്റൈലുള്ള ഒരാളായാൽ മതി. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ദിസ് ഓർ ദാറ്റ്. തൽക്കാലം ഞാൻ ഒരു ഓപ്ഷൻ തന്നില്ലേ. സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്തോട്ടെ. അമ്പലത്തിൽ പോകുമ്പോ മുണ്ടെടുത്തോട്ടെ. പുറത്ത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. അയാൾക്ക് മുണ്ടെടുക്കണം, അയാൾ മുണ്ടെടുക്കട്ടെ. ചോദിച്ചില്ല, അപ്പൊ ഞാൻ പ്ലിങ് ആവില്ലേ? ശരി, ഞാൻ നടുക്കാം. സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്തോട്ടെ. ചിലപ്പോ മൂപ്പർക്ക് കല്യാണത്തിന് പോകുമ്പോ തോന്നാണ് എനിക്ക് ഇന്നൊരു ഡബിൾ മുണ്ട് ഉടുത്തിട്ട് പോണം, ഉടുത്തോ. അടുത്ത എനിക്ക് ഷോർട്ട്സ് ഇട്ടിട്ട് പോണം തോന്നിയാലോ. അതിനെന്താ, കല്യാണത്തിനല്ലേ, നമുക്ക് എവല്യൂഷൻസ് സൃഷ്ടിക്കാലോ. തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഷോർട്ട് ഓർ ടോൾ? ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഹൈറ്റ് ഉള്ള ആളുകളെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഓരോ ലൈഫിന്റെ ഓരോ സ്റ്റേജിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യൂലേ. എനിക്ക് കുഞ്ഞിലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ദിസ് പ്രോപ്പർ മറ്റേ ഫിസിക്കൽ സങ്കല്പങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ് ഞാൻ പറയാം, എനിക്കിപ്പോൾ ഹൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണ്ട് എനിക്ക് എൻ്റെ ഹൈറ്റുള്ള ചെക്കന്മാർ ഹായ് ഹൈറ്റ് എന്ന് പറയും. കാരണം എനിക്ക് കുഞ്ഞിലെ മുതൽ ഞാൻ കേട്ടിട്ടുള്ള എനിക്ക് ഹൈറ്റില്ല എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഒരു സ്റ്റേജിനിപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹൈറ്റ് ഇല്ലായ്മ ഓക്കെ ആണെന്ന്. അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ചെക്കന്മാർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നു സ്വഭാവം നന്നായാൽ മതി, വേറെ ഒരു വിഷയവും ഇല്ല. കെയറിഷ് ആയിരിക്കണോ അതോ ഭയങ്കര ലിബറലിഷ് ആയ? കെയറിംഗ് പ്രൊട്ടക്ഷൻ ആ പരിപാടിയാണ്. ചേട്ടായി ആയിരിക്കണോ അതോ ഭയങ്കര ലിബറൽ ചേട്ടായി ആയിരിക്കണോ? ലിബറൽ ബ്രോ, കം ഓൺ. അതില് എന്ത് ചെയ്ത് ഐ ഡോണ്ട് കെയർ അതോ ഭയങ്കര കെയർ ചെയ്ത് ഇങ്ങനെ എന്നെ കെയർ ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് അതിന് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം. എനിക്ക് അങ്ങനെ എന്നെ കെയർ ചെയ്തില്ല അതൊന്നും ഞാൻ പറയില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം.